അബുദാബി വിമാനത്താവളങ്ങൾക്ക് നേരെ ഇന്നലെ രാത്രി ആക്രമണമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാൾ ഈ ആക്രമണത്തിൽ മരിച്ചു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരങ്ങളാണ്. 11 പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. അബുദാബി സായിദ് രാജ്യാന്തര വിമാനത്താവളത്തിലാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായത്. ഒരു ഏഷ്യൻ വംശജൻ, പാകിസ്ഥാൻ വംശജൻ ഇതുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെടുന്ന പശ്ചാത്തലമുണ്ടായി. വിമാനത്താവളത്തിൽ അടിയന്തരമായി സുരക്ഷാ സേനയെ വിന്യസിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏതാണ്ട് ഏകോപിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം. പരിക്കേറ്റവർക്ക് ആവശ്യമായ അടിയന്തര വൈദ്യസഹായം നൽകി. മേഖലയിൽ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥയെ തുടർന്നുണ്ടായ സാഹചര്യങ്ങൾ വിമാനത്താവളങ്ങളിൽ ലക്ഷ്യം വെക്കാൻ ഇറാനെ പ്രേരിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. രാജ്യം ലക്ഷ്യമാക്കി വന്ന, അതായത് ദുബായ്, ഗൾഫ് രാജ്യങ്ങൾ ലക്ഷ്യമാക്കി വന്ന 137 മിസൈലുകളിൽ 132 എണ്ണവും 209 ഡ്രോണുകളിൽ 195 എണ്ണവും വ്യോമ പ്രതിരോധ സേന തകർത്തു എന്നാണ് UAE ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശേഷിച്ചവ കടലിലും രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലും പതിച്ചു എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവയുടെ അവശിഷ്ടങ്ങളാണ് ഈ ജനവാസ മേഖലയിൽ പതിച്ചിട്ട് ഒരു പരിഭ്രാന്തിയും മറ്റും സൃഷ്ടിച്ചത്. അല്ലാതെ മറ്റൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ UAE പോലുള്ള രാജ്യങ്ങളിൽ ഇല്ല. ജനങ്ങളെയും രാജ്യത്തെയും സംരക്ഷിക്കുന്നതിനായി ഏത് തരത്തിലുള്ള തിരിച്ചടിക്കും തങ്ങൾക്ക് അവകാശമുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് UAE ഭരണാധികാരി. സംഭവത്തിൽ ആരും പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല, സംയമനം പാലിക്കണം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ജനങ്ങളോട് ആത്മവിശ്വാസത്തോടെ തുടരാനാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഗ്ലൈഡറുകൾക്കും ആളില്ലാ വിമാനങ്ങൾക്കും മറ്റും ഒരാഴ്ച നിരോധനം ഏർപ്പെടുത്തിയ പശ്ചാത്തലം കൂടിയുണ്ട്. അജയ്, ഈ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന ആശങ്ക ചില്ലറയല്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയും ഇസ്രായേലുമാണ് ആക്രമണം നടത്തിയതെങ്കിലും അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ട് അവരെ എത്രയും പെട്ടെന്ന് അടിക്കുക എന്നുള്ളത് ഇറാന് എളുപ്പമല്ല. അതിന് ബദലായാണ് ഇപ്പോൾ സഖ്യരാജ്യങ്ങളെ ആക്രമിക്കുന്നത്. എത്രത്തോളം ഗൗരവതരമാണ്, ഗുരുതരമാണ്? മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? ഈ വിഷയത്തിൽ ഇറാൻ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ മറ്റ് ഗൾഫ് മേഖലയിലുള്ള രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങൾ തന്നെയാണ്. ഈ ആക്രമണങ്ങൾ നടത്തിയപ്പോൾ ഇപ്പോൾ ഇറാൻ ആദ്യം വിചാരിച്ചത് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾ നടത്തുമ്പോൾ, പ്രത്യേകിച്ച് ഇസ്രായേൽ കൂടി ഉൾപ്പെട്ട ഒരു പ്രശ്നമായതിനാൽ തന്നെ ഗൾഫ് രാജ്യങ്ങൾ തങ്ങൾക്കൊപ്പം നിലകൊള്ളും എന്നാണ് ഇറാൻ ആദ്യം വിചാരിച്ചിരുന്നത്. എന്നാൽ അവരുടെ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റിച്ചുകൊണ്ട് എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇപ്പോൾ ഇറാനെതിരെ തിരിയുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. UAE ആണെങ്കിലും അതുപോലെ തന്നെ ഖത്തറാണെങ്കിലും മറ്റ് പല ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ, അവർ എല്ലാവരും ഇറാനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിനുശേഷമാണ് ഇറാൻ കൂടുതൽ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾ നടത്താൻ തുടങ്ങിയത്. ഏറ്റവും പ്രധാനമായി ഈ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടന്നിട്ടുള്ള ഒരു ആക്രമണം തന്നെയാണ് ഏറ്റവും ഒരു വലിയ രീതിയിൽ ഇപ്പോൾ ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം ഉൾപ്പെടെ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ആക്രമണം, അതിനുശേഷം നിരവധി ഒരു ഫ്ലൈറ്റുകൾ ഉൾപ്പെടെ റദ്ദാക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇന്നലെ തന്നെ നിരവധി ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്ത ഒരു വിവരങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു. അബുദാബി സയ്യിദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ 7 പേർക്ക് പരിക്കേറ്റതായിട്ട് വിവരമുണ്ട്. ഇന്നലെ രാത്രി ഈ ആക്രമണങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ തന്നെ ബുർജ് ഖലീഫ പൂർണ്ണമായിട്ടും ഒഴിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ബുർജ് അൽ അറബിന് സമീപം തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ അതുപോലെ പാം ഐലൻഡ്സിന് സമീപം തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള പല ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ പല ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ നിലവിൽ ആക്രമണം നടത്തുന്നത്. അത് തീർച്ചയായിട്ടും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ നിലവിൽ ഈ സംഘർഷങ്ങളെ തുടർന്ന് ഇന്ത്യ കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യയുടെ പ്രതികരണം വ്യക്തമാക്കിയിരുന്നു. അതായത് ഇന്ത്യ പറഞ്ഞ 2 രാജ്യങ്ങളും സംയമനം പുലർത്തണം. ഇപ്പോൾ ഇസ്രായേലും അതുപോലെ തന്നെ ഇറാനും സംയമനം പുലർത്തണം. അതുപോലെ തന്നെ ഈ സമാധാന മേഖലയിൽ എത്രയും വേഗം പുനഃസ്ഥാപിക്കണം എന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിരവധി ഇന്ത്യക്കാർ ഉൾപ്പെടെ ഈ മേഖലയിലുള്ളത് അത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ ഉൾപ്പെടെ ആശങ്കയിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രധാനമായിട്ടും ഈ ആക്രമണങ്ങൾ ഏതൊക്കെ തലത്തിൽ നീളാൻ സാധ്യതയുണ്ട് എന്നതിനെ സംബന്ധിച്ചും ആശങ്കകളുണ്ട്. ഇപ്പോൾ ഇറാൻ കൂടുതൽ ജനവാസ മേഖലകളെ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുന്നു. കൃത്യമായ ഒരു ലക്ഷ്യമില്ലാതെ ടെൽ അവീവിൽ ഇപ്പോൾ വീണ്ടും സ്ഫോടനങ്ങൾ ഉണ്ടായതായിട്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു.
സൂചിപ്പിക്കുന്നുണ്ട്. ടെഹ്റാനിൽ ഇപ്പോഴും പല സ്ഥലങ്ങളിലും ആക്രമണങ്ങൾ ശക്തമാണ്. ജനങ്ങൾ അവിടെ പലരും നഗരം വിട്ട് പുറത്തേക്ക് പോകുന്ന തിരക്കിലാണ്. ഇത് കാരണം അവിടെ വലിയ ഗതാഗത കുരുക്ക് ഉണ്ടാകുന്നതായിട്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ടെഹ്റാനിലടക്കം കടുത്ത രീതിയിലുള്ള ആക്രമണങ്ങളാണ്. ഇസ്രായേലിനുള്ളിൽ വലിയ രീതിയിൽ മിസൈൽ ആക്രമണം നടന്നുവെങ്കിലും പല മിസൈലുകളും ഈ അയൺ ഡോം സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രതിരോധിക്കുകയായിരുന്നു. എന്നാൽ ചില മിസൈലുകളെങ്കിലും അവിടെ ചില കെട്ടിടങ്ങൾ പതിക്കുകയും അതുപോലെ തന്നെ പല മേഖലകളെ ഹിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിന് ഇസ്രായേൽ പറയുന്നത് നിലവിൽ ഒരു വ്യക്തിയുടെ മരണം മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് ഇസ്രായേലിൻ്റെ ഒഫീഷ്യൽ മിലിറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തുവിട്ടിട്ടുള്ള വിവരം എന്ന് പറയുന്നത്. മറ്റ് ആരുടെയും മരണമോ അല്ലെങ്കിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ നിലവിൽ ഇസ്രായേലിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവർ ഔദ്യോഗികമായി ഇക്കാര്യങ്ങളൊന്നും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ US-ൻ്റെ പല സൈനിക കേന്ദ്രങ്ങളിലും ആക്രമണം നടന്നു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം വന്നിരുന്നു. എന്നാൽ US-ഉം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല. പ്രധാനമായിട്ടും വന്നത് ടെല്ലവീവിലെ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോകണം അജയ്. ടെല്ലവീവിലും ജെറുസലേമിലും ആക്രമണങ്ങൾ ഉണ്ടായി. ജെറുസലേമിലെ ചില ദൃശ്യങ്ങളുണ്ട്. പക്ഷേ ഇവരെയൊക്കെ ജെറുസലേമിലെ ഹൈഫയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, ഡ്രോണുകൾ ഹൈഫ കേന്ദ്രീകരിച്ച് എത്തിയിരുന്നു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ ഫലപ്രദമായി അവയെ പ്രതിരോധിച്ചു എന്നൊക്കെ ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ നമുക്കിനിയും അതിൻ്റെ ഏതായാലും മിസൈൽ അത് പ്രതിരോധിച്ചാൽ പോലും അതിൻ്റെ ചീളുകൾ പലപ്പോഴും വീണ് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്ന പശ്ചാത്തലം കൂടി പലപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം 24 hours അലേർട്ടാണ്, 24 മണിക്കൂറും അലേർട്ടിലുള്ള ഒരു സെക്യൂരിറ്റി സംവിധാനമുള്ള രാജ്യമാണ് എന്നുള്ളതാണ്. ചെറിയ പാളിച്ച പോലും ആ രാജ്യത്തിന് സംഭവിപ്പിക്കുക ചെറിയ കാര്യമല്ല. മറ്റൊന്ന്, 4 ചുറ്റും ശത്രുക്കളാണ്. നമുക്കറിയാം ഇസ്രായേലിനെ 4 ചുറ്റും ശത്രുക്കളുടെ ഒരു ഇടയിൽ ജീവിക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതിരോധ സംവിധാനം ഏറ്റവും മോസ്റ്റ് മോഡേൺ എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജെറുസലേമിലെ ഹൈഫയിലേക്ക് എത്തിയ ഡ്രോണുകളുടെ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. അങ്ങനെ അശാന്തി വല്ലാതെ പടരുന്ന പശ്ചാത്തലമുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ, UAE-യിലടക്കമുള്ള രാജ്യങ്ങളിൽ ജനങ്ങൾ പരിഭ്രാന്തിയിലാണ്. മലയാളികളടക്കം നിരവധി ആളുകൾ അവിടെയുണ്ട്. നമ്മുടെ സഹോദരങ്ങളായ ഒരുപാട് ആളുകൾ അവിടെയുണ്ട്. ഇപ്പോൾ മറ്റൊരു ദൃശ്യം വരുന്നത് അജയ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഖമനയുടെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.